ദൈവത്തിൻ്റെ കൃപയും ശക്തിയും സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിലേക്ക് കൂടി വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് തുറക്കപ്പെടേണ്ട വാതിലുകളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തുറന്നിരിക്കുന്ന വാതിലിനെക്കുറിച്ച് അറിയുന്നവനാണ് ഭാഗ്യവാൻ. തുറക്കപ്പെടേണ്ട വാതിലുകളെക്കുറിച്ച് നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ തുറന്നിരിക്കുന്ന വാതിലുകളെ തിരിച്ചറിയുന്നൊരു മനുഷ്യനാണ് ഏറ്റവും ഭാഗ്യവാൻ. ഒന്നാമത് നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്നത്, പ്രസംഗിക്കുന്ന എൻ്റെ മുമ്പിലാണെങ്കിലും കേൾക്കുന്ന നിങ്ങളുടെ മുമ്പിലാണെങ്കിലും തുറന്നിരിക്കുന്ന വാതിൽ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സന്നിധിയാകുന്ന വാതിൽ, ദൈവത്തിൻ്റെ വചനമാകുന്ന വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയാകുന്ന വാതിൽ, ദൈവത്തിൻ്റെ വചനമാകുന്ന വാതിൽ തുറന്നിരിക്കുകയാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ തുറക്കപ്പെടേണ്ട വാതിൽ എന്താണ് എന്ന് ഒരു വ്യക്തിക്ക് അറിയണമെങ്കിൽ തുറന്നിരിക്കുന്ന ദൈവവചനമാകുന്ന വാതിലിലേക്ക് പ്രവേശിക്കാതെ അവന് ഇനി തുറക്കേണ്ട എന്നാണെന്നറിയത്തില്ല. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ, വാതിൽ തുറന്നു തരണേ, വാതിൽ തുറന്നു തരണേ, വാതിൽ തുറന്നു തരണേ. എന്ത് വാതിൽ, ഏത് വാതിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കേണ്ടത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്, നിങ്ങളെ ബോധവാന്മാരാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആത്മീയമാകുന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഏതൊരു റൂട്ടിനെക്കുറിച്ചും വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. അവൻ്റെ ഫാമിലിയെക്കുറിച്ചാകട്ടെ, അവൻ്റെ ബിസിനസ്സിനെ കുറിച്ചാകട്ടെ, അവൻ്റെ സ്പിരിച്വൽ ലൈഫിനെ കുറിച്ചാകട്ടെ, ഏതെങ്കിലും ഒരു പുതിയൊരു കമൻസ്മെൻറ്റിനെ കുറിച്ചാകട്ടെ, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അവൻ ആത്മീയമായി ചിന്തിച്ച് ഡിസിഷൻ എടുക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുറന്നിരിക്കുന്ന ദൈവവചനമാകുന്ന വാതിലിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ആദ്യം തയ്യാറാകുക. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുക. കർത്താവേ, എന്നെ ആ വാതിലിലേക്ക് എന്നെ ഒന്ന് കയറ്റണം, ആ വാതിലിനകത്തേക്ക് എന്നെ ഒന്ന് കയറ്റണം, ആ വചനമാകുന്ന വാതിലിനകത്തേക്ക് എന്നെ ഒന്ന് കയറ്റണം. എന്താണ് ദൈവത്തിൻ്റെ വചനമാകുന്ന വാതിലിനകത്ത് ഒരു വ്യക്തി കയറിയാൽ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ കയറാൻ ഒറ്റ വാതിലേ ഉള്ളൂ, അത് യേശുവാകുന്ന വാതിലാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാനൊരു വാതിലാണ്, ഞാനാകുന്ന വാതിലിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല, ബ്ലെസ്സിങ്സിലേക്ക് എത്താൻ പറ്റത്തില്ല, സ്വർഗത്തിലേക്ക് എത്താൻ പറ്റത്തില്ല, ദൂതന്മാരുടെ അരികിലേക്ക് എത്താൻ പറ്റത്തില്ല, പ്രാർത്ഥനയുടെ മറുപടികളിലേക്ക് എത്താൻ പറ്റത്തില്ല. മീൻസ് യേശു എന്ന വാതിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് എന്താണ് ഈ വചനത്തിനകത്ത് കയറിയാൽ സംഭവിക്കുന്നത്? ഒരു വാതിലാകുന്ന വചനത്തിനകത്തൂടെ നമ്മൾ കയറും. 1.5 കോടി എന്ന് പറഞ്ഞാലും തീരുകയല്ല, അതിനപ്പുറം വാതിലുകളിലേക്ക് ദൈവം നമ്മളെ കടത്തിവിടും. നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ താൾ തുറക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു വൈറ്റ് പേജാണ്. ആ വൈറ്റ് പേജ് തുറക്കുമ്പോൾ പിന്നെ നിങ്ങൾ കാണുന്ന 66 പുസ്തകങ്ങളാണ്. ആ 66 പുസ്തകങ്ങളിലേതുപോലെ അതിനകത്തുള്ള 10,000 വാക്യങ്ങൾക്കകത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് പോലെയാണ് ദൈവവചനത്തിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഓരോ ഡോറുകളായിട്ട് ഇങ്ങനെ നമ്മുടെ ലൈഫിൽ തുറക്കും. ആ വാതിലിനകത്തുകൂടെ സഞ്ചരിക്കാൻ തയ്യാറാകുന്നവൻ്റെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന വാതിൽ അവൻ സ്വപ്നം പോലും കാണത്തില്ല. അടഞ്ഞിരിക്കുന്ന വാതിൽ അവൻ സ്വപ്നം പോലും കാണത്തില്ല. ഇന്ന് നമ്മൾ ഒത്തിരി വാതിലുകളുണ്ട്. അതിനകത്ത് 7 വാതിലുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഒരു പൂർണ്ണമാകുന്ന നിലയിൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ സന്ദേശം കേൾക്കണം. ആദ്യം മുതൽ അവസാനം വരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ വേർഡിൽ എവിടെയെങ്കിലുമൊക്കെ കർത്താവ് നിങ്ങളോട് ഇടപെടുന്ന ആ വാക്യം അല്ലെങ്കിൽ ആ വേർഡ് അല്ലെങ്കിൽ ആ സെൻറ്റൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിപ്പിൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പഴയ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ. ദൈവത്തെ പരീക്ഷിക്കുന്നത് ഒരു തെറ്റല്ല, പക്ഷേ വചനത്തിൻ്റെ ആധികാരികതയെ നിങ്ങൾ പരിശോധിച്ച് നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പ്രാക്ടീസ് ചെയ്ത് തെളിഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഇത്ര ഉറപ്പിൽ പറയുന്നത്. സോ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. വേഗം നമുക്ക് ആ 7 പോയിന്റുകളെ കുറിച്ച് ചിന്തിക്കാം. തുറക്കപ്പെടേണ്ട 7 കാര്യങ്ങൾ
എന്താണെന്ന് ചോദിച്ചാൽ, ആവർത്തന പുസ്തകം 15-ാമത്തെ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാതിൽ തുറക്കണമെങ്കിൽ, ആവർത്തന പുസ്തകം 15-ാമത്തെ അധ്യായം അതിൻ്റെ 7 മുതൽ അതിൻ്റെ 7, 8, 9 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 15-ാമത്തെ അധ്യായം 7, 8, 9 വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ, ദരിദ്രനായ സഹോദരൻ്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം. വിമോചന സംവത്സരമായ 7-ാം ആണ്ട് അടുത്തിരിക്കുന്നു എന്നിങ്ങനെ നിന്റെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം തോന്നുകയും ദരിദ്രനായ സഹോദരനോട് നിന്റെ കണ്ണ് നിർദ്ദയമായിരുന്ന് അവന് ഒന്നും കൊടുക്കാതിരിക്കുകയും അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിച്ചിട്ട് അത് നിനക്ക് പാപമായി തീരാതിരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ബൈബിൾ പഠിക്കുമ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ സൂക്ഷിക്കാൻ നമ്മളോട് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ സൂക്ഷിക്കാൻ, ഒത്തിരി സ്ഥലങ്ങളിൽ, പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ, ഒത്തിരി സ്ഥലങ്ങളിൽ സൂക്ഷിക്കണം. ഒരിക്കലും ദൈവം സാത്താനുണ്ട് സൂക്ഷിക്കണം എന്ന് മാത്രമല്ല പഠിപ്പിച്ചേക്കുന്നത്. പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ നിങ്ങൾ, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് മാത്രമല്ല പഠിപ്പിച്ചേക്കുന്നത്. നടക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് മാത്രമല്ല പഠിപ്പിച്ചേക്കുന്നത്. ഒത്തിരി സ്ഥലങ്ങളിൽ സൂക്ഷിക്കണം. പല 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 സബ്ജക്റ്റ് എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് സൂക്ഷിച്ചില്ലെങ്കിലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് നമുക്ക് അന്നേരം ബോധ്യം വരും. അപ്പോൾ സൂക്ഷിക്കാൻ ദൈവം പഠിപ്പിക്കുന്ന ഇതാണ്. നീ പ്രാർത്ഥിക്കാതിരുന്നാൽ സൂക്ഷിക്കണം എന്ന് മാത്രമല്ല, വചനം വായിച്ചില്ലെങ്കിൽ സൂക്ഷിക്കണം എന്ന് മാത്രം, അങ്ങനെയൊന്നും അല്ല. അത് മാത്രമൊന്നും അല്ല. ഇവിടെ ബൈബിൾ പറയുന്നു, നമ്മുടേതായിട്ടുള്ള യാതൊരു അശ്രദ്ധയും കൊണ്ടല്ലാതെ ഒരു വ്യക്തിയുടെ മേൽ വരുന്ന പാപം. പലരും പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ദോഷവും ചെയ്യുന്നില്ല, യാതൊരു തരത്തിലുള്ള കൊള്ളരുതായ്മയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കുന്നില്ല, അനീതി ചെയ്യുന്നില്ല, അക്രമം ചെയ്യുന്നില്ല, ആരുടെ വക മോഷ്ടിക്കുന്നില്ല. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ലൈഫിൽ പല ബ്ലോക്കുകൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ വളരെ ചെറിയൊരു കാര്യമെന്നും അല്ലെങ്കിൽ ശ്രദ്ധ അർഹിക്കാത്ത ഒരു കാര്യമെന്നും അല്ലെങ്കിൽ നമ്മൾ അതിൽ എൻഗേജ്ഡ് ആകേണ്ട ഒരു കാര്യമില്ല എന്നും കരുതുന്ന മേഖലകളിൽ പോലും നമ്മുടെ പേരിൽ പാപമായി അത് ആത്മമണ്ഡലത്തിൽ കിടക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് വചനം പഠിപ്പിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ദൈവം എനിക്ക് തരുന്ന ഒരു കൂടപ്പിറപ്പ് മാത്രമല്ല എൻ്റെ സഹോദരനായി ഈ ഭൂമിയിലുള്ളത്. എൻ്റെ സമപ്രായക്കാരനാകാം, എന്നേക്കാൾ മുതിർന്നതാകാം, എന്നേക്കാൾ ഇളയതാകാം, അവരെല്ലാം എൻ്റെ സഹോദരനാണ്. എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മ മാത്രമല്ല എനിക്ക് അമ്മ. എന്നെ ജനിപ്പിച്ച എൻ്റെ അപ്പൻ മാത്രമല്ല എനിക്ക് അപ്പൻ. എൻ്റെ അപ്പൻ്റെ പ്രായത്തിന് തുല്യമായവർ എൻ്റെ അപ്പനെ പോലെയും എൻ്റെ അമ്മയുടെ പ്രായത്തിന് തുല്യമായവർ എൻ്റെ അമ്മയെപ്പോലെയും എൻ്റെ സഹോദരിക്ക് പ്രായതുല്യമുള്ളവർ എൻ്റെ സഹോദരിയായും കാണണമെന്ന് ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുമ്പോൾ, ബൈബിൾ ഇവിടെ സഹോദരൻ, കൂട്ടുകാരൻ എന്നൊക്കെ എടുത്തെടുത്ത് ചില ഭാഗങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ പറയുന്നത് ഞാൻ എങ്ങനെ സമൂഹത്തിൽ പെരുമാറണം എന്നുള്ളതാണ്. ബൈബിൾ സമൂഹത്തിൽ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നും കൂടെ വ്യക്തതയോടെ പഠിപ്പിക്കുന്ന ഒരു നല്ല പുസ്തകമാണ്. കേവലം സ്വർഗം, നരകം, പിശാച്, ദൈവം എന്ന് പഠിപ്പിക്കാൻ മാത്രവും ഇതൊരു മതത്തിൻ്റെ ഗ്രന്ഥം മാത്രമായിട്ടും ഒന്നും കർത്താവ് സീലടിച്ചിറക്കിയേക്കുന്ന പുസ്തകമല്ല ഈ വിശുദ്ധ ബൈബിൾ. പിന്നെയോ ഒരു അപ്പൻ്റെ മുമ്പിൽ, ഒരമ്മയുടെ മുമ്പിൽ മക്കൾ എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യയോട് ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു പാസ്റ്റർ സഭയിൽ എങ്ങനെയായിരിക്കണം, ഒരു പൗരൻ സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം, അവനവൻ്റെ രാജ്യത്തിന് എങ്ങനെയായിരിക്കണം, അവൻ്റെ രാജ്യത്തോട് അവൻ എങ്ങനെ പെരുമാറണം, ഭരണാധികാരികളോട് എങ്ങനെ പെരുമാറണം തുടങ്ങി ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് മരിക്കുന്നത് വരെയും പഠിക്കാനുള്ള കാര്യങ്ങൾ
വിശുദ്ധ ബൈബിളിനകത്ത് വളരെ വ്യക്തമായി ജാതി വെച്ചോ മതം വെച്ചോ വർണ്ണം വെച്ചോ വയസ്സ് വെച്ചോ ഒന്നും വേർതിരിക്കാതെ വായിക്കുന്ന എല്ലാവരും പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ അക്കമിട്ട് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു മനുഷ്യൻ തൻ്റെ സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം. ഞാൻ നിങ്ങളും എല്ലാവരും ഒരു സഭയുടെ ഭാഗമായിരിക്കാം, അതേസമയം ഒരു രാജ്യത്തിൻ്റെ ഭാഗം കൂടെയാണ്, ഒരു സമൂഹത്തിൻ്റെ ഭാഗം കൂടെയാണ്, ഒരു പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ്റെ ഒരു ഭാഗം കൂടെയാണ്, ഒരു നാടിൻ്റെ ഒരു ഭാഗമാണ്, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്, നമ്മുടെ ലോക്കലി നമ്മൾ ഒരു പാർട്ടാണ്. സമൂഹത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? കരുണയുള്ളവരായിരിക്കണം, കഠിനതയുള്ളവരായിരിക്കരുത് എന്ന് ബൈബിൾ പറയുന്നു. നമ്മുടെ ലൈഫിൽ വാതിൽ തുറക്കണം എന്ന് നമ്മളെല്ലാവരും ഫാസ്റ്റിംഗ് എടുത്തു വരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ സമൂഹം നമ്മിൽ നിന്ന് ചിലത് ആവശ്യപ്പെടുന്നു, അല്ല അവരത് അർഹിക്കുന്നു. സമൂഹം നമ്മളിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നു, അല്ല അവരത് അർഹിക്കുന്നു. കാരണം യേശു ഇങ്ങനെ പറഞ്ഞു, ഒരു സ്ത്രീ വളരെ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ടുവന്ന് കലം പൊട്ടിച്ച് യേശുവിൻ്റെ തലയിലേക്ക് ഒഴിച്ചപ്പോൾ കൂടി നിന്നവരും ശിഷ്യന്മാരും എല്ലാവരും പറഞ്ഞു, ഇതൊക്കെ എത്ര ഡോളർ വിൽക്കാമെന്നറിയാവോ? ഇതൊക്കെ എത്ര ഡോളർ കിട്ടുമെന്നറിയാവോ? എത്ര ദിറംസ് കിട്ടുമെന്നറിയാവോ? എത്ര രൂപ കിട്ടുമെന്നറിയാവോ? ഇവളെന്തിനാ ഈ പണി ഇപ്പം കാണിച്ചേ? എന്തോരം ദരിദ്രന്മാർക്ക് നമുക്ക് കൊടുക്കായിരുന്നു. ഈ പറയുന്ന അച്ചാച്ചൻ ഏതെങ്കിലും ഒരു ദരിദ്രന് കൊടുത്തിട്ടാണ് പറയുന്നത്, കുഴപ്പമില്ല. പക്ഷെ പാവം കൂറാൻ എല്ലാവർക്കും പറ്റും. യേശു പറഞ്ഞ എന്നാന്നറിയാവോ? എടോ, അവൾ ചെയ്തത് അവളുടെ സ്പിരിറ്റിൽ നിന്ന് ചെയ്തതാ, അവളുടെ ആത്മാവിൽ നിന്ന് അവൾ ചെയ്തതാ. അതവൾ ഞാൻ കല്ലറയ്ക്കകത്തേക്ക് പോകുന്നതിന് മുന്നമേ തൈലം പൂശുന്ന ഒരു ചടങ്ങ് അവൾ ചെയ്തു എന്നേ ഉള്ളൂ. സത്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ പഠിച്ച സമയത്ത് അത് കർത്താവ് പറഞ്ഞതിൻ്റെ പിന്നിലെ കാരണം ഭയങ്കര ആഴമാണ്. സമയമുണ്ടെങ്കിൽ മറ്റൊരു ദിവസം പഠിപ്പിക്കാം. ഭയങ്കര ആഴമെന്ന് വെച്ചാൽ അയ്യോ അത് ഭയങ്കര ആഴമാണ്. കാരണം അന്നത്തെ ദിവസം ആ സാധനം മേടിക്കാൻ കിട്ടത്തില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യിച്ചത് സ്വർഗം. ഓക്കെ, എനിവേ ഞാൻ ആ വിഷയത്തിൽ നിന്ന് മാറട്ടെ. അപ്പോൾ അവൾ അത് ചെയ്തതിൽ തെറ്റില്ല. ദരിദ്രർ, ആവശ്യക്കാർ, പ്രതീക്ഷിക്കുന്നവർ, അർഹതയുള്ളവർ എപ്പോഴും നിങ്ങളുടെ മുൻപിൽ ഉണ്ടല്ലോ. അപ്പൊ ദൈവം അറിയാതെയല്ല ഒരാവശ്യക്കാരൻ ഈ ഭൂമിയിലുള്ളത്, ദൈവം അറിയാതെയല്ല ഒരു രോഗി ഈ ഭൂമിയിലുള്ളത്, ദൈവം അറിയാതെയല്ല ഒരു അനാഥൻ ഈ ഭൂമിയിലുള്ളത്, ദൈവം അറിയാതെയല്ല ഒരു ദരിദ്രൻ ഈ ഭൂമിയിലുള്ളത്. നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? കർത്താവ് എന്തിനാ പുള്ളിക്കാരനെ അങ്ങനെ സൃഷ്ടിച്ചേ? നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഇതൊക്കെ ദൈവം അറിഞ്ഞിട്ടും അവരെ കെയർ ചെയ്യാൻ, പരിപാലിക്കാനുള്ള ദൗത്യം ദൈവത്തെ അറിഞ്ഞ നമുക്ക് വിട്ടേക്കുക. എല്ലാവർക്കും ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങി അവർക്ക് വേണ്ടിയിട്ട്, അന്തേവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടമൊന്നും പണിയാനൊന്നും എല്ലാവരെ കൊണ്ടൊന്നും പറ്റത്തില്ല. പക്ഷെ പണിയുന്നവരെ സപ്പോർട്ട് ചെയ്യാം. അത് ചെയ്യുന്നവരെ, അത് റിയലായിട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാം. ബൈബിൾ പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ മക്കളാകുന്നു. ഏതാ? 14-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ക്ലിയർ? ആവർത്തന പുസ്തകം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. 15-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും നമ്മൾ വരുമ്പോൾ, ഞാൻ 14-ാമത്തെ വാക്യം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ദൈവം ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ മക്കളാകുന്നു. മക്കളാണെങ്കിൽ എങ്ങനെയായിരിക്കണം? 15-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഏതു പട്ടണത്തിലെങ്കിലും, ശ്രദ്ധിക്കണേ ആ വാക്ക്, ഏതു പട്ടണത്തിലെങ്കിലും, നമുക്ക് എവിടെയുള്ള വ്യക്തിയെ വേണമെങ്കിലും ക്രിസ്തുവിന് വേണ്ടി നേടാം. 1, എവിടെയുള്ള വ്യക്തിയെ വേണമെങ്കിലും ക്രിസ്തുവിൽ സ്നേഹിക്കാം. 2, എവിടെയുള്ള വ്യക്തിയിൽ വേണമെങ്കിലും യേശുവിൻ്റെ സ്നേഹത്തെ നമുക്ക് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കാം. സഹോദരി, നിങ്ങൾ വീട്ടിലിരുന്ന് കർത്താവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയും. ഞാൻ വീട്ടിൽ ഇരുന്നല്ലേ ഇപ്പം നിങ്ങളോട് പങ്കുവെക്കുന്നേ. ഇതൊരു രീതി. ഇതല്ലാതെ മറ്റു പല രീതികളിൽ നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കൊണ്ട്, നിങ്ങളുടെ ഒരു വോയിസ് പ്രെയർ കൊണ്ട്,
നിങ്ങളുടെ ഓരോ ചെറിയ ചെറിയ നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ കൊണ്ട്, നുറുങ്ങ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് ഏത് ദേശത്തുള്ള വ്യക്തിയിൽ വേണമെങ്കിലും സുവിശേഷം എത്തിക്കാൻ കഴിയും. കർത്താവിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ കഴിയും. കർത്താവിൻ്റെ സ്നേഹത്തെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയും. സുവിശേഷം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തിയിലും അതുണ്ടായിരിക്കണം. താഴേക്ക് വായിക്കാമല്ലോ. ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ ഒരു സഹോദരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരന്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും. നമുക്ക് നന്മകൾ തുറക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകളിൽ ഡോറുകൾ ഓപ്പൺ ആകുന്നതും ദൈവം നമ്മുടെ പ്രാർത്ഥനയുടെ ക്വാളിറ്റി നോക്കിയിട്ടല്ല, ഹൃദയത്തിന്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ്. ഞാൻ ഇനി അടുത്ത സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റിലേക്ക് വീണ്ടും വരുക. ഹൃദയത്തിന്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ്. കഠിനതയില്ലാത്തൊരു ഹൃദയമാണ് എൻ്റെത് എന്ന് ഉറപ്പ് വരുത്തിയാട്ടെ. ആരോടെങ്കിലും പിണക്കം, ആരോടെങ്കിലും ഈർഷ്യ, ആരോടെങ്കിലും കോപം, ആരോടെങ്കിലും, ഞാൻ ഇന്നലത്തെ നമ്മുടെ ന്യൂസ് നിങ്ങൾക്ക് കണ്ടു കാണുമല്ലോ. 1.5 വർഷത്തെ പകയാണ് ഒരു ദിവസം തിരുവനന്തപുരം കരമനയിലിട്ട് ചെയ്തത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ പത്രത്തിൽ. എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല. ഇങ്ങനെയൊന്നും ഒരു മനുഷ്യന് കഠിനത അല്ല, മനുഷ്യർക്ക് കഠിനനാകാൻ പറ്റത്തില്ല. എത്ര ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്നത് സാത്താനാണ്. ഹല്ലേലൂയ. 1.5 വർഷം മുമ്പ് നടന്ന ഒരു തർക്കം, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ആ പയ്യൻ എന്തിനോ ചിരിച്ചത് ഓപ്പോസിറ്റ് ഇരുന്ന ശത്രുക്കളെ നോക്കി ആണെന്ന് അവരങ്ങ് കരുതി. അതവിടെ വെച്ച് വഴക്കായി. അത് കഴിഞ്ഞ് പിന്നെയും വീണ്ടും 1 വർഷം കഴിഞ്ഞ് വീണ്ടും അവർ തമ്മിൽ എങ്ങനെയോ കണ്ടുമുട്ടുന്നു. അത് വീണ്ടും ഓർമ്മയിൽ വരുന്നു. പക ഉള്ളിൽ കിടന്നാൽ വരുന്ന പ്രശ്നമാണ്. അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നു. അന്ന് വൈകുന്നേരം വക വരുത്തുന്നു. പക, പിണക്കം, ഇതൊക്കെ മാത്രമായിട്ടൊരു ഒരു സബ്ജക്റ്റ് എടുക്കേണ്ടതാണ്. നമുക്കൊരു വ്യക്തിയോടുള്ള പിണക്കം സാരമില്ല എന്നുള്ള രീതിയിൽ ഉള്ളിൻ്റെ അബോധതലത്തിൽ മറഞ്ഞു കിടക്കും. പക്ഷെ ആ വ്യക്തിയെ പിന്നെയും നമ്മൾ കാണുന്ന സമയത്ത് അത് പിണക്കം മാത്രമായിട്ടല്ല, ആ പക വല്ലാത്തൊരു വികാരമായി പൊന്തി വന്നിട്ട് പിശാച് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിത്തരും ആ വ്യക്തിക്ക് മേൽ കൈവെക്കാൻ വരെ. അങ്ങനത്തെ രീതിയിൽ വരെ സാത്താൻ അകത്ത് കിടക്കുന്ന മുറിവിനകത്തുനിന്ന് ആ വികാരത്തെ കുത്തിപ്പൊക്കി എടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ചരിത്രം എന്തോരുണ്ടെന്നറിയാവോ? അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ, ആരോടെങ്കിലുമൊക്കെയുള്ള വാക്ക് തർക്കങ്ങളോ പിണക്കങ്ങളോ പകയോ അസൂയയോ കോപമോ ഒരു സൗന്ദര്യപ്പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തം പറഞ്ഞ് അതിനെ അങ്ങ് കഴുകി അത് മനസ്സിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നും മാഞ്ഞു പോയി എന്ന് ഉറപ്പ് വരുത്തിയാട്ടെ. കാരണം വചനം പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത് എന്നുള്ളത് മറ്റൊരു സബ്ജക്റ്റാണ്. വചനം പഠിക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, വചനം പഠിക്കുമ്പോൾ എല്ലാ മണിക്കൂറുകൾ ഇരുന്ന് ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇടം കൊടുക്കരുത്, എവിടെയൊക്കെ ഇടം കൊടുക്കരുത് എന്നുള്ളത് വേറൊരിതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഹൃദയം കഠിനമാക്കരുത്. കർത്താവ് പറയും ഹൃദയം കഠിനമായ എന്തോ പറ്റും. ഹൃദയം കഠിനമായാൽ നിന്നിൽ നിന്നുള്ള ഫ്ലോ കുറയും, നിന്നിലേക്കുള്ള ഫ്ലോയും കുറയും. ക്ലിയർ? ഹൃദയം കഠിനമായാൽ എനിക്ക് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നതിലാകട്ടെ, എൻ്റെ ലൈഫിൽ ഞാൻ പ്രയോജനപ്പെടുന്നതിലാകട്ടെ അതിലുള്ള ഫ്ലോ കുറയും, നിയമപരമായി തന്നെ കുറയും. കൂടാതെ ദൈവത്തിൽ നിന്ന് എന്നിലേക്കും ഞാനുമായി ബന്ധപ്പെട്ടതിലേക്കുമുള്ള ഫ്ലോയിങ് കുറയും. ഒഴുക്കുകൾ. നമ്മളൊരു വ്യക്തിക്കുള്ള നന്മ തടയുമ്പോൾ, നമ്മളൊരു വ്യക്തിയോട് ചെയ്യേണ്ട കാരുണ്യം ചെയ്യാതിരിക്കുമ്പോൾ, നമ്മളൊരു വ്യക്തിക്കുള്ള സ്നേഹത്തെ നമ്മൾ കുറച്ചു കളയുമ്പോൾ, അതിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ, നമ്മളൊരു വ്യക്തിയിലേക്ക് പോകാനുള്ള നന്മയ്ക്ക് തടസ്സം നിൽക്കുമ്പോൾ, ഒരു വ്യക്തിക്ക് പോകാനുള്ള പ്രൊമോഷൻ നമ്മൾ തടയുമ്പോൾ, ഒരു വ്യക്തിയിലേക്ക് വേഗം എത്തിച്ചേരാനുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളോ നന്മകളോ ബ്ലെസ്സിങ്സ് എന്തോ ആകട്ടെ, വസ്തുവോ നമ്മൾ കാലതാമസം വയ്ക്കുമ്പോൾ തിരിച്ചും നമ്മളത് ചിന്തിച്ചു കൊള്ളുക, നമ്മിലേക്ക് വരാനുള്ള പലതിനും ഇതുപോലെ കാലതാമസം ഉണ്ടായിരിക്കും, നിയമപരമായി ഉണ്ടായിരിക്കും. എന്ത് നിയമപരം? ദൈവരാജ്യത്തിന്റെ നിയമപ്രകാരം അത് സംഭവിച്ചിരിക്കും. നിങ്ങളൊരു വ്യക്തിക്ക് അളവ് കൂടാതെ, ന്യായമായ രീതിയിൽ അളവ് കൂടാതെ നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു, ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം സ്നേഹം നിങ്ങൾക്ക് ദൈവം നൽകുന്നവരിൽ നിന്നും ദൈവത്തിൽ നിന്നും നിങ്ങളിലേക്ക് വന്നുകൊള്ളും.
നിങ്ങളൊരു വ്യക്തിയുടെ വയറിന് ഭക്ഷണം അവർക്ക് തൃപ്തിയാവണ്ണം കൊടുക്കുന്നു, ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും പട്ടിണി ഇരിക്കേണ്ടി വരികയില്ല. നിയമപരമായി ദൈവത്തിന് നിയമമുണ്ട്. ദൈവത്തിൻ്റെ രാജ്യമാണ്, ഗവൺമെൻറ് നിയമമുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ സ്വർഗത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് നമ്മൾ ഇന്നായിരിക്കുന്ന ഈ ഭൂമി. അവിടെ ദൈവം ഭരിക്കുന്നു, ഇവിടെ ജനം തിരഞ്ഞെടുത്ത ജനാധിപത്യ രാജ്യമല്ല. അപ്പം ജനങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിമാർ ഭരിക്കുന്നു. അവിടെ നിയമമുണ്ട്, ഇവിടെ അതിൻ്റെ വേറൊരു ടൈപ്പ് നിയമമുണ്ട്. ഇവിടെ അഴിമതിയുണ്ട്, അവിടെ അഴിമതിയില്ല. അതാണ് പ്രത്യേകത. ഇവിടെ കൈക്കൂലിയുണ്ട്, അവിടെ ആ സംഭവം ഇല്ല. അതാണ് പ്രത്യേകത. ഇവിടെ ഒരു കാര്യത്തിന് 16 വട്ടം കയറി ഇറങ്ങണം, അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പക്ഷേ അതിൻ്റെ വേറൊരു കോപ്പിയാണ്. എന്ന് വെച്ചാൽ ഗവൺമെന്റ്, ആ റൂളിങ്സ്, അതിൻ്റെ ഒരു കോപ്പിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ബൈബിൾ പഠിപ്പിക്കുന്നു, ഒരു വ്യക്തിക്ക് നീ ഒന്നും നൽകേണ്ടത് നൽകാതിരിക്കരുത്. താഴേക്ക് വായിച്ചേ. ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരന്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും. നമ്മൾ ആദ്യം നമ്മുടെ കൈകളിലേക്ക് എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് വരണമെങ്കിൽ ഈ സാധനം ഇങ്ങനെയല്ല ഇരിക്കുന്നതെന്നൊന്ന് ഉറപ്പ് വരുത്തണം. ഈ കൈകളിലേക്ക് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വരെ ഞാൻ ഈ കൈ ആരുടെയെങ്കിലും മുമ്പിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അർഹതപ്പെട്ട ആർക്കെങ്കിലും ഉള്ളത് ഞാൻ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, അർഹതപ്പെട്ടവരിലേക്കുള്ളത് ഞാൻ തടഞ്ഞിട്ടുണ്ടെങ്കിൽ, അർഹതയില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോയി. ഈ കൈകളിലേക്ക് വരേണ്ട നന്മ വരത്തക്ക വിധത്തിൽ ഈ കരങ്ങൾ തുറക്കട്ടെ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. സ്തോത്രം, ഹല്ലേലൂയ. ഇതൊക്കെ പ്രൊഫറ്റിക്കൽ ആക്ഷനാണ്. നിന്റെ കൈ അടയരുത് മീൻസ് നിന്റെ കൈ തുറന്നിരിക്കണം. നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ഡയറി മിൽക്ക് മേടിക്കണം, നിങ്ങളുടെ കൈ ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് എന്തോരം ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്തെങ്കിലും തരണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ തുറന്നിരിക്കണം. എനിക്ക് എന്തെങ്കിലും തരണമെങ്കിലും നിങ്ങളുടെ കരം തുറക്കണം. Am I right? വചനം പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നിന്റെ കൈ അടയരുത്. ആർക്ക് നേരെ? നിന്റെ സഹോദരന്റെ നേരെ. മറ്റൊരു വാക്യം പറയുന്നുണ്ട്, ഏത് പ്രദേശത്താണെങ്കിലും ഏത് ദേശത്താണെങ്കിലും ഒരർഹതയുള്ളവനുണ്ടെങ്കിൽ അവന്റെ അരികിലേക്ക് നിന്റെ കരം നീണ്ടിരിക്കണം. കാരണം നിന്റെ കൈ അവനു വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം. ഈ വായ്പ ആര് തിരിച്ചടയ്ക്കും പാസ്റ്ററെ? ചോദ്യമാണല്ലോ. പക്ഷെ വായ്പ കൊടുക്കാം. വായ്പ ആര് തിരിച്ചടയ്ക്കും? വായ്പ കൊടുക്കാനേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. റിട്ടേൺ നിനക്ക് തരുന്നത് സ്വർഗമാണ്. ആമേൻ പറയാൻ ആരുണ്ട്? റിട്ടേൺ നിങ്ങൾക്ക് തരുന്നത് സ്വർഗമാണ്. താഴേക്ക് വായിക്കുമ്പോൾ, വിമോചന സംവത്സരമായ 7-ാം ആണ്ട് അടുത്തിരിക്കുന്നു എന്നിങ്ങനെ നിന്റെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം തോന്നുകയും ദരിദ്രനായ സഹോദരനോട് നിന്റെ കണ്ണ് നിർദ്ദയമായിരുന്ന് അവനൊന്നും കൊടുക്കാതിരിക്കുകയും അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിച്ചിട്ട് അത് നിനക്ക് പാപമായി തീരാതിരിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ ഈ സമയം ഒരു കാര്യം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ഓർക്കുമായിരുന്നു. ഞങ്ങളുടെ തിരുവനന്തപുരം മാറി കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ഇന്ന് ആ മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല. ആ മനുഷ്യൻ മരണപ്പെട്ടു. അപ്പോൾ ആ മനുഷ്യൻ്റെ സഭയിൽ ആരുമില്ല. 2-3 അദ്ദേഹത്തിൻ്റെ അമ്മയും കൂടെ ചേർത്തിട്ട് 3-4 പേരേ ഉള്ളൂ. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ കുടുംബമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ സഞ്ചരിച്ച് ആ പാസ്റ്ററുടെ മീറ്റിങ്ങിന് എത്രയോ ന്യൂ ഇയർ സർവീസിനൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ആരുമില്ല. ന്യൂ ഇയർ സർവീസിന് ഒരു വീട്ടിനകത്ത് പൂശിപ്പോലും ഇല്ലാത്ത, പ്ലാസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വീടിനകത്ത് ആ പാസ്റ്റർ, നല്ല പ്രായമുള്ളൊരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന് ചാരായം വാറ്റുന്ന ജോലിയായിരുന്നു. ജോലിയല്ല, ചാരായം വാറ്റുന്ന ഒരു ഇതായിരുന്നു. അതിൻ്റെ അകത്തു നിന്നാണ് കർത്താവിൻ്റെ ശബ്ദം കേട്ട് വിളിച്ച് ആ മനുഷ്യനെ ക്രിസ്തുവിൽ കൊണ്ടുവന്ന് കർത്താവ് ആക്കിയത്. ദൈവകൃപയിൽ അദ്ദേഹം ഒരു ചർച്ചൊക്കെ പണിതു. പക്ഷേ വിശ്വാസികളൊന്നുമില്ല. ചർച്ച പണിത് 5 വർഷമൊക്കെ ആയപ്പോൾ തന്നെ പാസ്റ്റർ അങ്ങ് തീരെ മേലാണ്ടായി, പുള്ളി മരണപ്പെട്ടു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ അറിഞ്ഞു, ആ മനുഷ്യൻ്റെ രോഗിയായ ഒരു അമ്മയാണുള്ളത്. അപ്പോൾ ആ മനുഷ്യന് ഭക്ഷണത്തിന് പോലും വകയില്ല എന്നൊരു സന്ദേശം എൻ്റെ കാതിലെത്തി. അന്ന് ഞാൻ ശുശ്രൂഷയിലല്ല.
ശുശ്രൂഷയിൽ വന്നിട്ടില്ല, പക്ഷെ അതിനുവേണ്ടിയൊക്കെ ആഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭം. ഞങ്ങളും ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ഞെരുങ്ങിയിരിക്കുന്നൊരു സന്ദർഭമായിരുന്നു, ഭയങ്കരമായിട്ട്. അപ്പോൾ ഇങ്ങനൊരു വാക്ക് കേട്ടപ്പോൾ എനിക്ക് പാസ്റ്ററെ വിളിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിളിച്ചു. ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടുള്ള രീതിയല്ല. പാസ്റ്ററെ വിളിച്ചപ്പോൾ പാസ്റ്റർ എന്നോടൊരു വാക്ക് പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ അമ്മയുടെ വിശേഷവും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾക്കകത്തുനിന്ന് ഞാൻ അതിനെ പിടിച്ചു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇതിൽ ഒരു ചെറിയ തുക, വളരെ ചെറിയ തുക, പാസ്റ്ററിന് ഗൂഗിൾ പേയോ കാര്യങ്ങളോ ഒന്നുമില്ല, പാസ്റ്ററിൻ്റെ സഹോദരിയുടെ അക്കൗണ്ട് നമ്പർ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു എനിക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇട്ട് തരണമെന്ന് പറഞ്ഞു. എനിക്ക് അക്കൗണ്ടൊന്നുമില്ല മോനെ, എനിക്ക് അങ്ങനെയൊന്നും പെരുമാറാൻ അറിയത്തില്ല, എൻ്റെ സഹോദരിക്കാണ് അക്കൗണ്ട് ഉള്ളത്, എൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവളാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാസ്റ്റർ എനിക്ക് അതൊന്നും ഇങ്ങോട്ട് ഇട്ട് തന്നു. അപ്പോൾ ഇടാനും അറിയത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ സഹോദരി വന്നാലേ പറ്റത്തുള്ളൂ. എനിവേ പാസ്റ്റർ ഓർത്ത് വെച്ചു. പിറ്റേ ദിവസം സഹോദരി എന്തോ വിളിച്ചു വരുത്തുക എന്തോ ചെയ്തു. വന്ന ഉടൻ എനിക്ക് രാവിലെ തന്നെ വിളിച്ച് എനിക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. ഞാനത് ഫില്ലപ്പ് ചെയ്തു. ആക്ച്വലി ഞങ്ങൾ അങ്ങനൊരു ഇത് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. എനിവേ ദൈവാത്മാവ് ഭയങ്കരമായിട്ട് ഉള്ളിൽ പ്രേരിപ്പിച്ചു. നിങ്ങൾ നോക്കണം, ഒരു വിടുതലിൻ്റെ വഴി വരുന്ന നോക്കണം. ഭയങ്കരമായിട്ട് പ്രേരിപ്പിച്ചു. ഞങ്ങളത് അടുത്ത ദിവസം അദ്ദേഹത്തിന് ചെയ്തു. സഹോദരങ്ങളെ, അവിടെ ശരിക്കും പറഞ്ഞാൽ റേഷൻ അരി മാത്രമുള്ളൊരു സന്ദർഭത്തിലാണ് ഈ സംഭവം അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ വയസ്സ് എഴുന്നേക്കാൻ പോലും മേലാത്തൊരു അമ്മ അവിടെ കിടക്കുക. അവർക്കതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയി മാറി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ അന്ന് സ്വർഗം എൻ്റെ ലൈഫിലെ വലിയൊരു കെട്ടാ പൊട്ടിച്ചത് എന്നുള്ളത് ഞാൻ അറിഞ്ഞത് പിന്നീടാണ്. അതിനുശേഷമേ എൻ്റെ മിനിസ്ട്രിയിലേക്ക് കയറാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷമേ എൻ്റെ കൈകളിലേക്ക് ദൈവം എന്തെങ്കിലും ഒരു നന്മ തന്നാൽ പിശാചിനെ തടയാൻ പറ്റാതെ ഇരുന്നിട്ടുള്ളൂ. അതിനുശേഷമേ അടുത്തൊരു ചുവടിലേക്ക് വെക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുവരെ ബ്ലോക്കാണ്. ഞാൻ ഒത്തിരി ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, അതെല്ലാം ബ്ലോക്കാണ്. ഞാൻ ചെയ്യാത്തൊരു പണി ഇല്ല എന്ന് തന്നെ പറയാം. നന്നായിട്ട് അധ്വാനിച്ചിട്ടുള്ള ആളാണ്. വയസ്സ് ഇത്രയേ ഉള്ളൂ എന്നൊന്നും നോക്കല്ലേ. നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. ഇന്നും ചെയ്യാൻ പറ്റും. ഇന്നും ചെയ്യാൻ കർത്താവ് കൃപ വന്നിട്ടുണ്ട്. എല്ലാ പണിയും എന്നെക്കൊണ്ട് പറ്റുന്നതും പറ്റാത്തതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആവശ്യബോധമുള്ളതുകൊണ്ട്. പക്ഷെ ഒരു കാര്യം, അധ്വാനിക്കാന്നേ ഉള്ളൂ. ഈ അങ്ങനത്തെ അവസ്ഥയിൽ ആരെങ്കിലും കേൾക്കുന്നവർ അധ്വാനിക്കുന്നു, പക്ഷേ ഒന്നും അവിടെ കൈ നിൽക്കുന്നില്ല, ഒന്നും അധ്വാന ഫലം പോലും നമ്മുടെ കയ്യിൽ വരുന്നില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. ഏതെങ്കിലും നീഡി പീപ്പിൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് മനസ്സ് വിഷമിച്ച് പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആവശ്യബോധത്തോടെ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എനിവേ ഞാനിതൊന്നും പൊട്ടും എടുക്കുമെന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മളിതൊന്നും ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴല്ലേ ഈ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുന്നത് തന്നെ ഈ ഒരു ടൈമിലാണ്. ഈ മിനിസ്ട്രിയിൽ ഇറങ്ങി ഇതിനെക്കുറിച്ചൊക്കെ കർത്താവ് റെവലേഷൻ തന്നു തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ അനുഗ്രഹത്തിൻ്റെ പാതകളായിരുന്നു, അത് മറഞ്ഞു കിടന്ന സാധനമാണെന്നൊക്കെ മനസ്സിലാക്കുന്നത് തന്നെ. അന്ന് ആ പാസ്റ്ററിന് ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ട് അപ്പോൾ സഹായിക്കാൻ അത്രയും പറ്റും, അതുകൊണ്ട് ഞാനത് ചെയ്തു, അത്രേ എനിക്ക് ചിന്തയുള്ളൂ. പക്ഷെ ചെയ്തത് ദൈവരാജ്യത്തിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. സ്വർഗം സന്തോഷിച്ചു. അന്ന് ദൈവം എൻ്റെ ലൈഫിൻ്റെ ഒരു കെട്ട് പൊട്ടിച്ചു. പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഈ നമ്മളൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഇങ്ങനെ ഒന്നും ഒരാളുടെ ഹൃദയത്തിൽ തോന്നത്തില്ല. ഇപ്പം തോന്നിയാൽ അത് പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നതാണ്. പിശാച് അതൊന്നും അങ്ങോട്ട് തലയിലോട്ട് തരത്തില്ല. നമുക്കെല്ലാം ഇങ്ങോട്ട് മേടിക്കാനുള്ളതേ കാണത്തുള്ളൂ. അതൊന്നും തലയിലോട്ട് തരത്തില്ല. തന്നു പോയാൽ അത് നിങ്ങളൊന്ന് ഉറപ്പിച്ച് പരിശുദ്ധാത്മാവ് തരുന്നതാണ്. അത് ചെയ്യുന്നതിലൂടെ നിയമപരമായി നിങ്ങൾക്കൊരു ഡോറ് തുറക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഒരു ഹെൽപ്പ് ഒരു വ്യക്തിയെ ചെയ്യുന്ന നിങ്ങളുടെ ഹൗസ് മെയ്ഡ്, നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു വ്യക്തിക്ക്, നിങ്ങൾക്ക് ഉള്ളത്തിൽ തോന്നുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ അത് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ ലൈഫിനകത്തുള്ള ബ്ലോക്കുകളെ പലരും പ്രാർത്ഥിച്ചിട്ട് ഓപ്പൺ ആകാത്തതും, പല ഫാസ്റ്റിംഗ് എടുത്ത് വയറൊട്ടിയിട്ട് ഓപ്പൺ ആകാത്തതൊക്കെ ഈ ഒരു പ്രവൃത്തിയിലൂടെ ഓപ്പൺ ആകും. അതുകൊണ്ട് എന്തിനായി കർത്താവ് ഇത് പറഞ്ഞ് ഹൃദയം കഠിനമാക്കരുത്? എടാ ചിന്ത മാറ്റെന്ന് പറഞ്ഞാൽ പോരെ. ഇതിനെ ഹൃദയം കഠിനമാക്കരുതെന്ന് പറയുന്നത് ബ്ലെസ്സിങ്സിന് ഹൃദയത്തിൽ വലിയൊരു സ്ഥാനമുണ്ടപ്പാ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ബ്ലെസ്സിങ്സിന്, അനുഗ്രഹത്തിന്, ഹൃദയത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. കാർമേഘം പോലെ കറുത്ത ഹൃദയവും വെച്ചിട്ട് തേജസ്സിൻ്റെ
മഹത്വത്തെ നമുക്ക് ചുമക്കാൻ പറ്റത്തില്ല തന്നെയാണ്. ഹല്ലേലൂയ. ദേഷ്യവും ജാതി സ്പിരിറ്റും അഹങ്കാരവും പണപ്പെരുപ്പവും പിശുക്കും കുശുമ്പും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് തേജസ്സിൻ്റെ അപ്രമേയ ധനത്തെ ചുമക്കാൻ പറ്റത്തില്ല തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ ഹൃദയം കഠിനമാക്കരുത്. ഹൃദയം കഠിനമാക്കുക. ഹെൽപ്പ് അതേഴ്സ്, ഹെൽപ്പ് അതേഴ്സ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഏതു പട്ടണത്തിലെങ്കിലും, നിനക്ക് തരുന്ന ദേശത്ത് ഏതു പട്ടണത്തിലെങ്കിലും ഒരു സഹോദരനുണ്ടെങ്കിൽ, ഒരു സഹോദരി ഉണ്ടെങ്കിൽ, ഒരു മാതാവുണ്ടെങ്കിൽ, ഒരു പിതാവുണ്ടെങ്കിൽ, ഹെൽപ്പ് ദം. അവർ നീഡി പീപ്പിൾ ആണെങ്കിൽ അവരുടെ ആവശ്യ സമയത്ത് ഹെൽപ്പ് ചെയ്യുക. കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവ് ഹേമിപ്പിക്കുന്നെങ്കിൽ, നമ്മുടെ അസൂയ അതിനെ തടയരുത്, നമ്മുടെ പിശുക്ക് അത് തടയരുത്. നമ്മുടെ സഭയല്ലല്ലോ, തടയരുത്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ലൈഫിൻ്റെ കെട്ട് പൊട്ടേണ്ട ഒരു വഴിയായിരിക്കും അത്. ഈ കർത്താവ് എന്തിനാ പഠിപ്പിക്കുന്നത്? നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കാന്ന്. നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കാന്ന് എന്തിനാ പഠിപ്പിക്കുന്നത്? അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അതൊരു റെവലേഷനാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. സാത്താൻ ഒരു വ്യക്തി നന്നാവുന്ന ഇഷ്ടമല്ല, സാത്താൻ ഒരു വ്യക്തിക്ക് റെവലേഷൻ കിട്ടുന്ന ഇഷ്ടമല്ല, സാത്താൻ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾ അവർ ജീവിക്കേണ്ടതിനുള്ള കാര്യങ്ങൾ നന്മയാൽ ചെയ്യുക. അപ്പൊ സാത്താൻ അടിയായി, ആ വ്യക്തിക്ക് ഒരു ബ്ലെസ്സിങ് ആയി, നിങ്ങൾക്ക് ഇരട്ടി ബ്ലെസ്സിങ് ആയി. കഠിനമാക്കാതെ നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിനെ ഹെൽപ്പ് ചെയ്യുക. പറഞ്ഞേ, എൻ്റെ കർത്താവ് എന്നു മുതൽ എൻ്റെ കരം കൊണ്ട് അനേകരെ പോഷിപ്പിക്കുമെന്ന് പറയുക. നിങ്ങൾക്ക് പോഷിക്കാൻ പോലും ഇല്ലെങ്കിൽ ഈ വാക്കിനാൽ അത് പോഷിപ്പിക്കപ്പെടും. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കർത്താവ് ഒരു വേറെ ലെവലിലാണ് നമ്മുടെ ഈ മിനിസ്ട്രിയെ പരിശുദ്ധാത്മ ഓരോ ദിവസം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൊഫറ്റിക്കൽ ആക്ഷൻ. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടില്ല, ജീവിതത്തിൽ വല്ലാത്തൊരു പോരാട്ടം വന്നു. എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാതില്ലാതിരുന്നൊരു സമയത്ത്, പ്രാർത്ഥിക്കാനുണ്ട്, പക്ഷേ എങ്കിലും അത് ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. അന്നേരം ഞാൻ പുറത്തൊരു വ്യക്തി കണ്ടാൽ ഇവൻ എന്തോ കാര്യമായിട്ട് മാനസിക പ്രശ്നമുണ്ടെന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ള പ്രൊഫറ്റിക്കൽ ആക്ഷനിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു. അതെൻ്റെ ജീവിതത്തിൽ വിടുതലായിരുന്നു എന്ന് എനിക്ക് പിന്നത്തേതിൽ മനസ്സിലായി. നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യത്തിനൊക്കെ ദൈവം ഒപ്പുവെക്കും കേട്ടോ. മനുഷ്യരൊന്നും നല്ലത് പറയത്തില്ലേ, മനുഷ്യരൊന്നും നല്ലത് പറയത്തില്ല, വിമർശിക്കാനേ കാണൂ, അതിനകത്തൊരു കുറവുണ്ടെന്ന് പറയാനേ കാണൂ, കുറ്റമുണ്ടെന്ന് പറയാം. പക്ഷെ നമ്മൾ ദൈവത്തെ നിർത്തിക്കൊണ്ട് ഒരു നന്മ ചെയ്താൽ അതിൻ്റെ പിന്നിൽ കർത്താവുണ്ട്. നമ്മൾ ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തുടങ്ങിയാൽ അതിൻ്റെ പിന്നിൽ കർത്താവുണ്ട്. മനുഷ്യനൊന്നും കാണുമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ദൈവം കാണും. നമ്മൾ ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിശ്വാസത്താൽ ചുവട് വെച്ചാൽ അതിൻ്റെ പുറകെ കർത്താവ് കാണും. ചെയ്യാനൊരു മനുഷ്യൻ വേണം. എല്ലാം കർത്താവ് ഇറങ്ങട്ടെ, കർത്താവ് മുമ്പിൽ പോ, ഞാൻ പിമ്പി വരാം, ഞാൻ മുമ്പിൽ എന്നും പിമ്പിൽ തന്നെ ഇരിക്കും. കർത്താവ് ഇങ്ങനെ പറയും, നീ ഇറങ്ങ്, നീ ആദ്യം ഒരു ചുവട് വെക്ക്, നീ ആദ്യം ചെയ്യുക, നീ ആദ്യം ഒന്ന് ചുവട് വെക്ക്, അന്നേരം ഞാൻ നിന്റെ കൂടെ കാണുമെന്നേ പറഞ്ഞുള്ളൂ. എന്തിനാ ദൈവം മോശയെ തള്ളിപ്പിടിച്ചിറക്കിയത്? എന്തിനാ കർത്താവ് അഹരോനെ തിരഞ്ഞെടുത്തത്? കർത്താവ് ഇറങ്ങിയാൽ പോരെ? കർത്താവിൻ്റെ പുറകെ മോശ ഇറങ്ങും, അതിൻ്റെ പുറകെ അഹരോൻ ഇറങ്ങും എന്ന് പറഞ്ഞാൽ പോരെ? ദൈവത്തിനൊരു മനുഷ്യൻ വേണം, ദൈവത്തിനൊരു മനുഷ്യൻ വേണം. പിന്നെ എന്തിനാ നമ്മളെയൊക്കെ കർത്താവ് സൃഷ്ടിച്ച് കരയുമ്പോൾ കാട പറപ്പിച്ചിടാനോ? നമ്മളെ കൊണ്ട് പെർപ്പസ് ഉണ്ടപ്പാ. എല്ലാവരെയും പാസ്റ്റർ ആവാനും പാസ്റ്ററുടെ ഭാര്യയാകാനും ഒന്നും അല്ല വിളിച്ചേക്കുന്നത്. ഞാനതാ പറഞ്ഞു, ഈ സൊസൈറ്റിയിൽ നമ്മൾ ഈ ബൈബിൾ വ്യക്തമായിട്ട് പഠിക്കണം. ബൈബിൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങളായിരിക്കുന്നിടത്ത് എല്ലാവർക്കും പ്രവാചകയാകാൻ ഇഷ്ടമാണ്, എല്ലാവർക്കും ഊതിപ്പുറത്താൻ ഇഷ്ടമാണ്, എല്ലാവർക്കും ഭൂതങ്ങളെ പുറത്താക്കാൻ ഇഷ്ടമാണ്. എന്നാൽ എല്ലാവരെ കൊണ്ടുള്ള കോളിങ്ങും അതല്ല എന്ന് പറഞ്ഞ് പറ്റിക്കൂടാന്നുമില്ല. നമ്മൾ വിശ്വാസത്തോട് പ്രാർത്ഥിച്ച ഭൂതം പുറത്തു പോകും കേട്ടോ, പോയൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, അതിന് വേണ്ടി അനോയിന്റ് ചെയ്തിരിക്കുന്നവരും ഉണ്ട്. വിശ്വാസത്താൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സാധനം വിട്ടുപോവുകയും ചെയ്യും. അങ്ങനെയും ഉണ്ട്. ചിലർക്ക് കർത്താവ് ഭൂതങ്ങളുടെ മേൽ ഭയങ്കര അധികാരം കൊടുക്കും, ചിലർക്ക് രോഗങ്ങളുടെ മേൽ ഭയങ്കര അധികാരം കൊടുക്കും. അത് ദൈവം ഓരോരുത്തരെ ആ ഒരു പർപ്പസിന് വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് ശൗലിനെയും ബർന്നബാസിനെയും വേർതിരിപ്പീൻ എന്ന അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ പറഞ്ഞതുപോലെ വേർതിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തി പ്രാർത്ഥിച്ചാൽ
എത്രയോ അമ്മമാർ ചങ്ക് പൊട്ടി കുഞ്ഞുങ്ങളുടെ മേത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞ് സൗഖ്യമായിരിക്കുന്നു. അവർ പാസ്റ്ററുടെ ഭാര്യയായിട്ടാ അല്ലെങ്കിൽ പാസ്റ്ററായിട്ടാ? ഒക്കെ നമ്മുടെ വിശ്വാസവും സമർപ്പണവും ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതിലുള്ള ബ്ലെസ്സിങ് ആണതൊക്കെ. ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്നതിലെ ബ്ലെസ്സിങ് ആണതൊക്കെ. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. പക്ഷെ നമ്മളെ ഓരോരുത്തരും ദൈവം ആക്കി വെച്ചിരിക്കുന്നതിന് ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. അതിന് പാസ്റ്റർ ആവണമെന്നില്ല, അതിന് ബിഷപ്പ് ആകണമെന്നില്ല, പ്രീസ്റ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ പർപ്പസ് എന്താ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. ഹല്ലേലൂയ. ഈ മൈക്ക് ഉണ്ടാക്കി ഒരു പർപ്പസ് ഉണ്ട്. ഇതിനെ എടുത്തുപയോഗിക്കാതിരിക്കുമ്പോഴാണ് ഇത് വേസ്റ്റ് ആയി പോകുന്നത്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചതിന്, നിങ്ങൾക്ക് ദൈവം എഡ്യൂക്കേഷൻ തന്നതിന് പർപ്പസ് ഉണ്ട്. എനിക്ക് ജോലിയില്ല. എഡ്യൂക്കേഷൻ തന്ന ദൈവത്തിന് പർപ്പസ് ഉണ്ടെന്നേ. നിങ്ങൾ ടെക്നിക്കൽ നോളജ് തന്നതിന് പർപ്പസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ദൈവം സമ്പത്ത് ഏൽപ്പിച്ചതിന് കൂട്ടിയിട്ട് കണ്ട് ഹായ് പറയാനല്ല, പർപ്പസ് ഉണ്ട്. ദൈവത്തിന് പർപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് കാറ് തന്നതിന് പർപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് വീട് തന്നതിന് പർപ്പസ് ഉണ്ട്. ഒന്നും വെറുതെ ഇല്ല. ഈ ഭൂമിയിൽ ഒരു മണ്ണര പോലും വെറുതെ ഇല്ലേ? ഈ ഭൂമിയിൽ ഒരു മണ്ണിര പോലും വെറുതെ ഇല്ലേ? അതിനെയും മണ്ണിനകത്ത് ദൈവം ഇട്ടേക്കുന്നതിന് പർപ്പസ് ഉണ്ട്. എനിക്ക് വേദി കിട്ടിയില്ല പ്രസംഗിക്കാനെന്ന് പറയുന്നതിന്, മണ്ണര പറയുന്നതിന് വല്ല കാര്യമുണ്ടോ? അതിൻ്റെ പണി കിട്ടിയേക്കുന്നത് ഭൂമിക്ക് മണ്ണിൻ്റെ ഇടയിലാണ്. അതുണ്ടെങ്കിലേ ഉള്ളൂ. ഹല്ലേലൂയ. അല്ലേ പിന്നെ ഈ വലിച്ചെറിയുന്ന സാധനം എങ്ങോട്ട് പോവും? എങ്ങനെ അത് മണ്ണുമായിട്ട് ചേരും? പർപ്പസ് ഉണ്ട്. തുറക്കട്ടെ, നമ്മുടെ ജ്ഞാനം തുറക്കട്ടെ. ദൈവം എനിക്ക് അത് തന്നില്ല. നമ്മൾ കാണപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. കർത്താവ് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഹല്ലേലൂയ. മണ്ണരയ്ക്ക് അതിനെ എന്തിനിങ്ങോട്ടേക്ക് ഇട്ടു എന്നുള്ള കാര്യം അറിയാത്ത സ്ഥിതിക്ക് അതിന് പ്രവർത്തിക്കാനുള്ളത് അതിൽ തന്നെയുണ്ട്. പുള്ളിക്ക് ഇനി കടയിൽ പോയി മേടിച്ചിട്ട് വേണ്ട. അറിയാത്ത സ്ഥിതിക്ക് പുള്ളിക്ക് ചെയ്യാനൊന്നുമില്ല. കർത്താവ് എന്നെ ഇപ്പോഴും ബന്ധിച്ചിട്ടേക്കോ, ഭൂതം എന്നെ ഇപ്പോഴും ബന്ധിച്ചിട്ടേക്കോ എന്ന് പറഞ്ഞിരിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവം നിങ്ങളെ വിളിച്ച വിളി ദൈവത്തോട് ചോദിക്കുക. നിങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ചതിനകത്ത് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഞാനിത് ആരോടോ ദൂത് പറയുകയാണ്. നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നിടത്ത് പർപ്പസ് ഉണ്ട്. നിങ്ങളുടെ ദൈവം തന്നിരിക്കുന്ന A to Z കാര്യങ്ങൾക്കകത്ത് പർപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മൊബൈൽ ഫോൺ വേണ്ടാത്ത കാര്യങ്ങൾ കണ്ട് പൊട്ടിച്ചിരിക്കാനും മാത്രമല്ല കേട്ടോ. അവരെ കുറ്റം പറയുന്ന, ഇവരെ കുറ്റം പറയുന്ന, ആ കോമഡി ഈ കോമഡിയും കേട്ട് പൊട്ടിച്ചിരിക്കാൻ മാത്രമല്ല ദൈവം ഫോൺ തന്നേക്കുന്നത്. സുവിശേഷീകരണത്തിന് നിന്റെ ഫോൺ ഉപയോഗിക്കാൻ കഴിയും. തുറന്നാ മതി. നിങ്ങളുടെ കയ്യിലിരിക്കുന്നൊന്ന് തുറന്നാ മതി. അതിന് വേണ്ടിയിട്ട്, ആ സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ട്. ചില ആൾക്കാരുണ്ട് മറ്റൊരു വ്യക്തിയെ വിധിക്കുന്നതും ആ വീഡിയോ കേട്ട കുത്ത് കിട്ടുന്ന സാധനങ്ങളും ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യും. പക്ഷെ ഒരൊറ്റ ദൈവവചനം ഷെയർ ചെയ്യുകയല്ല. ഈ വീഡിയോ അവൾക്ക് കിട്ടിയാൽ അത് കേൾക്കുമ്പോൾ ഞാൻ അവളോട് പറയാനുള്ള സന്ദേശം ഈ വീഡിയോയ്ക്കകത്തുണ്ടെന്ന് അവൾക്കൊരു കുത്ത് കിട്ടും എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഈ സാധനം ഉടനെ എടുത്ത് അപ്പുറത്തോട്ട് അങ്ങ് തട്ടും. പക്ഷെ അതേ ഫോണിൽ ഒരു ദൈവവചനം വന്നാൽ തുറന്നു പോലും നോക്കത്തില്ല. കാരണം നമ്മൾ തുറന്നിരിക്കുന്നത് ലോകത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ എങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മ തുറക്കും? നമ്മൾ തുറന്നിരിക്കുന്ന ലോക കാര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഷെയർ ചെയ്യുന്നത് ഗോസ്പൽ അല്ല. നമ്മൾ ഷെയർ ചെയ്യുന്നത് മറ്റൊരു വ്യക്തിക്ക് ഷെയിമാകുന്ന കാര്യങ്ങളാണ്. നമ്മളാ തുറക്കേണ്ടത്. ദൈവം ഓൾറെഡി തുറന്നിട്ട് കേട്ടോ. ദൈവം ഓൾറെഡി തുറന്നിട്ടിട്ടുണ്ട്. നമ്മളാണ് എവിടെയൊക്കെയോ തുറക്കപ്പെടാനുള്ളത്. സോ ആദ്യം നിന്റെ കരം മറ്റൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യട്ടെ, മറ്റൊരു വ്യക്തിക്ക് നൽകട്ടെ. നിന്റെ കരങ്ങളിലേക്ക് വരാനുള്ളത് തടയുകയില്ല. സ്തോത്രം. താഴേക്ക് വായിക്കുമ്പോൾ നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവൻ്റെ ബുദ്ധിമുട്ടിന് ആവശ്യമായ നൽകുക. അപ്പോൾ ആദ്യം നമ്മുടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ, നിങ്ങൾ ആദ്യം സമ്പത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ക്രമം പാലിക്കാനുണ്ടെങ്കിൽ, സാമ്പത്തിക കാര്യങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ നീതി പാലിക്കാനുണ്ടെങ്കിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ അച്ചടക്കം കൊണ്ടുവരാനുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് അച്ചടക്കം കൊണ്ടുവന്നാട്ടെ. നിങ്ങൾ അതിനകത്തൊരു നീതി കൊണ്ടുവന്നാട്ടെ. നിങ്ങൾ അതിനകത്ത് ഒരു സുതാര്യത കൊണ്ടുവന്നാട്ടെ. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സ്വർഗം മാറ്റിത്തരാൻ ദൈവവചനപ്രകാരം ദൈവം വിശ്വസ്തനാണ്. രണ്ടാമത്തെ കാര്യം, രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 6-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 6-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണമേ
എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണു തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ദിവ്യ കരുതൽ കാണേണ്ടതിന്, ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് കാണേണ്ടതിന് നമ്മുടെ കണ്ണുകൾ തുറക്കണം. നമ്മുടെ കണ്ണുകൾ അടഞ്ഞുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദൈവാത്മാവ് പറയുകയാണ്, ഒരു പ്രാർത്ഥനയ്ക്ക് കണ്ണു തുറക്കാൻ കഴിയും. എലീശ ആഗ്രഹിച്ചു തൻ്റെ കൂടെ നിൽക്കുന്ന ഗേഹസി ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന ദിവ്യ കരുതൽ കാണണമെന്ന്. എന്നെ കാണുന്ന മാന്യ മിത്രമേ, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ കാണുന്ന വശങ്ങളിൽ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്ന് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ കാണുന്ന വശങ്ങളിൽ കാണത്തക്കവണ്ണം ദൈവം ഒന്നും ചെയ്തില്ലല്ലോ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഗേഹസിയും അത് തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് നേരെ, എലീശ പ്രവാചകനെ, നിങ്ങൾക്ക് നേരെ ഈ വരുന്നത് കണ്ടോ? നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞാനും കൂടെ ഇപ്പോൾ ഡേഞ്ചർ സോണിനകത്താണ്, ഞാനും മരിച്ചു പോകും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൽ നിയോഗിതനായ എലീശ പ്രവാചകൻ ബാല്യക്കാരൻ്റെ മേൽ കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവൻ കാണത്തക്കവണ്ണം. മക്കളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാൻ ഒത്തിരി കാര്യങ്ങൾക്ക് ദൈവത്തെ കുറ്റപ്പെടുത്തി വിധിച്ചു, ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചു. കാരണം കാണത്തക്കവണ്ണം ഒരു പ്രവൃത്തി ദൈവം എനിക്ക് ചെയ്യുന്നില്ല, കാണത്തക്കവണ്ണം ഒരു വിടുതൽ എനിക്ക് തരുന്നില്ല, കാണത്തക്കവണ്ണം ഒന്നുമില്ല. പക്ഷേ എലീശ പ്രാർത്ഥിച്ച് ഇങ്ങനെയാണ്, കർത്താവ്, ഇവൻ കാണത്തക്കവണ്ണമുള്ള കാര്യത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാൻ നിൽക്കുമ്പോൾ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണിനെ തുറക്കണമേ. മീൻസ് കണ്ണ് തുറന്നിരുന്ന ഗേഹസി കുരുടനായിരുന്നു. പലരുടെയും കാര്യം ഇത് തന്നെയാണ്. അവരുടെ കണ്ണ് തുറന്നവർ ലോകത്തെ കാണുന്നു, ലോകത്തിൽ പലരും അനുഗ്രഹിക്കപ്പെടുന്നു, ലോകത്തിൽ പലരും ഉപയോഗിക്കപ്പെടുന്നു, ലോകത്തിൽ അവർക്ക് അതുണ്ട് ഇതുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്കതില്ല എന്ന ചിന്തയിൽ അവരെത്തുമ്പോൾ ഈ വചനം ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. കാണത്തക്കവണ്ണം കണ്ണു തുറക്കണം. നമ്മൾ എവിടേക്കോ ആയെന്നോ നേടിയെന്നോ കാണുന്നു എന്നോ അറിയാമെന്നോ ഒക്കെ നമ്മൾ ധരിക്കുമ്പോഴും അടഞ്ഞിരിക്കുന്ന ഒത്തിരി കണ്ണുകൾ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഗേഹസിക്ക് പരിശുദ്ധാത്മാവ് കണ്ണു തുറന്ന് അഗ്നിമയമായ രഥങ്ങളും കുതിരകളും എലീശായുടെ സംരക്ഷണത്തിന് വേണ്ടി ദൈവം ആ മലനിരകളിലാക്കിയിരുന്നപ്പോൾ എലീശ അനുഭവിച്ച ഒരു കംഫർട്ട് പോലെ നമുക്കും ദൈവാത്മാവ് കണ്ണ് തുറന്നു തന്നാലേ കർത്താവ് അദൃശ്യമണ്ഡലത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ബ്ലെസ്സിങ്ങിനെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ആമേൻ, പ്രൈസ് ഗോഡ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40-ാമത്തെ സങ്കീർത്തനം ഒന്നെടുത്ത്, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. 40-ാമത്തെ സങ്കീർത്തനം 6-ാമത്തെ വാക്യം. ഹനനയാഗവും ഹോമയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. എന്തിനാ കർത്താവ് ഹോമയാഗവും ചോദിച്ചില്ല, ഹനനയാഗവും ചോദിച്ചില്ല, പാപയാഗവും ചോദിച്ചില്ല, പക്ഷെ ചെവി തുളച്ചിരിക്കുന്നു? എന്തിനാത്? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനുള്ള ഒരു തുറവി. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനൊരു ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തിയായി മാറിയെങ്കിൽ. പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മൾ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും ദൈവത്തിന് വേണ്ടാത്തതാണെങ്കിൽ, നമ്മൾ പറഞ്ഞുകൂട്ടുന്ന പല കാര്യങ്ങളും ദൈവത്തിന് വേണ്ടാത്തതാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാപമാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സ്വരം കേട്ട് ചുവട് വെക്കാനുള്ളൊരു ജനറേഷനെ. ദൈവം നിന്റെ കാതുകളെ ഇന്ന് തൊടട്ടെ, ദൈവം നിന്റെ കാതുകളെ ഇന്ന് തൊടട്ടെ, ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ നിന്റെ കണ്ണുകളെ ഇന്ന് കർത്താവ് തൊടട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം തന്നെ 51:15 നോക്കി. 51-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം. 51-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. സാക്ഷ്യം പറയുവാൻ നിങ്ങളുടെ വായികളെ തുറക്കുക. സാക്ഷ്യം പറയുവാൻ നിങ്ങളുടെ വായികളെ തുറക്കുക. നിങ്ങളുടെ വായെ സാക്ഷ്യം പറയുവാൻ തുറക്കുന്ന ഒരു ദൈവം യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ ഇത്രയും ദിവസവും
വലിയ വായിൽ കരഞ്ഞ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ലഭിച്ച ഉത്തരങ്ങളെ സാക്ഷ്യമായി നിന്റെ വായിലൂടെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരട്ടെ. ആമേൻ. ദൈവം എനിക്ക് ചെയ്തു, ദൈവം എനിക്ക് തന്നു, ദൈവം എനിക്ക് ഒരുക്കി, ദൈവം എനിക്ക് വെളിപ്പെടുത്തി എന്ന് പറയത്തക്ക നിലകളിൽ നിങ്ങളുടെ വായെ തുറക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. സാക്ഷ്യം പറയുവാൻ നിങ്ങളുടെ വായി തുറക്കണം. നിങ്ങളുടെ വായി ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് പറയണം. നിങ്ങളുടെ വായി ശാപത്തെക്കുറിച്ച് സംസാരിക്കരുത്, മീൻസ് ശാപവാക്കുകൾ പറയരുത്. നിങ്ങളുടെ വായി വേണ്ടാത്തതിലേക്ക് വളച്ചൊടിക്കരുത്. നിങ്ങളുടെ നാവ് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയരുത്. കാരണം ദുഷ്ടൻ ഈ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ, സാത്താൻ ഈ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ വലിയ പാടാണ്. സ്തോത്രം. ഈ സാധനം സാത്താൻ റൂൾ ചെയ്യാൻ തുടങ്ങിയാൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ പല അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ തന്നെ ലൈഫിലുണ്ടല്ലോ. ഈ സാധനം സാത്താൻ എടുത്തുപയോഗിക്കാനുള്ള ലൈസൻസ് കിട്ടിയാൽ നമ്മൾ ബോധപൂർവം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാലും നടക്കത്തില്ല. പക്ഷെ ദൈവം നിന്റെ വായെ തൊട്ടാൽ നീ ഒരു യിരെമ്യാവായി മാറും. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ വായെ തൊട്ടാൽ നിങ്ങളൊരു യിരെമ്യാവായി മാറും. സാക്ഷ്യം പറയാൻ വേണ്ടി നമ്മുടെ വായി തുറക്കണം. 5-ാമത്തെ നോക്കിയേ, ദാനിയേലിന്റെ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. സ്തോത്രം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. മീൻസ് അദ്ദേഹം ഡെയിലി പ്രാർത്ഥിക്കുന്ന, 3 നേരം പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ആ പ്രാർത്ഥനയുടെ വാതിൽ ജനാലിൻ്റെ വാതിൽ അടഞ്ഞിട്ടില്ല. നമ്മൾ തുറക്കണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ലൈഫിൽ പലതും നമ്മൾ ലോക്ക് ചെയ്തിട്ടിട്ടാണ് നമ്മൾ ദൈവത്തോട് തുറക്കാൻ പറയുന്നതെന്ന് ഓർക്കണം. നമ്മുടെ ലൈഫിൽ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട വാതിലുകൾ തുറന്ന്, ഒന്ന് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. സാമ്പത്തികമായോ എങ്ങനെയോ, നിങ്ങളുടെ കഴിവുകൾ കൊണ്ടോ നിങ്ങളുടെ ബന്ധങ്ങൾ കൊണ്ടോ ദൈവം നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ടോ അത് നിങ്ങൾ ലോക്ക് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ ലൈഫിലും ബ്ലോക്കുകൾ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്പർ 1, നമ്മുടെ കൈകൾ മറ്റൊരു വ്യക്തിയെ സഹായിക്കുന്ന രീതിയിൽ തുറന്നതായിരിക്കണം. 2, നമ്മൾ പറഞ്ഞു നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ തുറന്നതായിരിക്കണം. 3, ദൈവവചനം കേൾക്കേണ്ടതിന് നമ്മുടെ പ്രവചനം കേൾക്കാൻ മാത്രം കാത് തുറന്നാൽ പോരാ, ദൈവവചനം കേൾക്കേണ്ടതിന് നമ്മുടെ കാതുകൾ തുറന്നതായിരിക്കണം. 4, സാക്ഷ്യം പറയേണ്ടതിന് നമ്മുടെ വായി തുറന്നതായിരിക്കണം. ഒരാളെ കുറ്റം പറയാനല്ല, സാക്ഷ്യം പറയേണ്ടതിന്, നല്ലത് പറയേണ്ടതിന് നമ്മുടെ വായികൾ തുറന്നതായിരിക്കണം. 5, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ വാതിലുകൾ തുറന്നതായിരിക്കണം. ദാനിയേലിന് വിരോധമായി രേഖ എഴുതി. കാര്യം എന്നാ? ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട്, ദൈവത്തെ വിളിക്കുന്നവർക്കെതിരെ രേഖകൾ എഴുതും. നിങ്ങൾക്ക് അനുകൂലമായി വരേണ്ട രേഖ പ്രതികൂലമായി എഴുതിക്കും. നിങ്ങൾക്കെതിരെ ഒരു രേഖയും വേണ്ടെങ്കിലും സാത്താൻ പലരെയും കയ്യിലെടുത്ത് നിങ്ങൾക്ക് വിരോധമായി രേഖയുണ്ടാക്കും. നീതിയും ന്യായവും നിങ്ങളുടെ തട്ടിലാണെങ്കിലും അതിനെ അനീതിയാക്കി വളച്ചൊടിച്ചെഴുതിക്കും. പക്ഷേ ദാനിയേലിന് ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ വക്കീലല്ല, സുപ്രീം കോടതിയിൽ ബെഞ്ചുള്ള വക്കീലല്ല, അഡ്വക്കേറ്റ് അല്ല, ജഡ്ജിയുമായിട്ടുള്ള ബന്ധവും അല്ല. അതിനേക്കാൾ വലിയൊരു കാര്യം എന്തുവാ അത്? 1, ദൈവം. 2, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടൊരു വാതിൽ അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നിട്ട വാതിൽ അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആത്മീയ പോരാട്ടം വന്നാലും ഔദ്യോഗിക പോരാട്ടം വന്നാലും മറ്റേത് രീതിയിലുള്ള സാമൂഹിക പോരാട്ടം വന്നാലും ഫാമിലിയിൽ നിന്ന് പോരാട്ടം വന്നാലും അദ്ദേഹത്തിൻ്റെ ജനലിന് പൂട്ടില്ല. നമ്മൾ ആദ്യം പൂട്ടിടുന്നത് പ്രാർത്ഥനയുടെ ജനലിനാണ്. നമുക്ക് വീട്ടിൽ പോരാട്ടം വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പോരാട്ടം വന്നാൽ നമ്മൾ ആദ്യം ലോക്ക് ചെയ്യുക പ്രാർത്ഥനയുടെ. നമുക്ക് അതേ കുറയ്ക്കാൻ പറ്റൂ, ശരിയല്ലേ? നമുക്ക് അതേ കുറയ്ക്കാൻ പറ്റൂ. അതുകൊണ്ട് അത് ലോക്ക് ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും നല്ലൊരു ചാർജ് വരുവാണെങ്കിൽ മെല്ലെ തുറക്കും, പിന്നെയും ചാർജ് കുറയുമ്പോൾ അടയ്ക്കും. അങ്ങനത്തെ സ്ഥിരതയില്ലായ്മയുടെ ആത്മാവിൽ ആരെങ്കിലും ഉഴലുകയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൽ നിങ്ങളുടെ കെട്ട് പൊട്ടി
നിങ്ങൾ ദാനിയേലിൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന ആത്മാവിൽ കയറുക. ബൈബിൾ പറയുന്നു, തുറന്നിട്ട ഒരു വാതിലുണ്ടായിരുന്നു ദാനിയേലിന്. വിരോധമായി രാജാവിനെ കൊണ്ട് രേഖ എഴുതിച്ചുവെങ്കിലും പ്രാർത്ഥിച്ചു മായ്ക്കാനുള്ളൊരു ആത്മാവ് ആ മനുഷ്യനിലുണ്ടായിരുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, നിനക്ക് വിരോധമായി ദുർഭൂതങ്ങൾ മുഴുവനും ഒരൊറ്റ കെട്ടായിട്ട് നിന്ന് വിധി എഴുതിയാലും, ദുരാത്മാക്കൾ മുഴുവനും ഒരു മനുഷ്യ സമൂഹത്തെ മുഴുവനും കയ്യിലെടുത്ത് നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിങ്ങളുടെ ലൈഫിനും ഭാവിക്കും മിനിസ്ട്രിക്കും വിരോധമായി രേഖ എഴുതിയാലും, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് തുറന്നിട്ട ഒരു വാതിലുള്ളവന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ അതിനെ മായ്ക്കും. ആമേൻ. പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ ആ രേഖ മായ്ക്കും. ഏത് പൊങ്ങി വരാത്ത കേസും പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ പുറത്തു കൊണ്ടുവരും. ഏത് അപ്രൂവ് ആകാത്ത കേസും പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവന്റെ വാക്കിനകത്ത് അപ്രൂവ് ആക്കും. ദാനിയേലിന് അങ്ങനെയൊന്നുണ്ടായിരുന്നു. നിങ്ങളുടെ വിസ തടഞ്ഞിരിക്കുകയാണോ? നിങ്ങളുടെ ജോലിക്കുള്ള പേപ്പേഴ്സൊക്കെ ബ്ലോക്കായി കിടക്കുവാണോ? നിങ്ങൾക്ക് വരേണ്ട ഒരു റിപ്ലൈ വൈകുവാണോ? യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ രേഖ തിരിഞ്ഞു നിൽക്കുവാണോ? മൊത്തത്തിൽ രേഖ വിരോധമായിട്ട് നിൽക്കുവാണോ? വേദപുസ്തകം പറയുന്നു, ദാനിയേലിന് തുറന്നിട്ടൊരു വാതിലുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ കിളിവാതിൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഉറപ്പുവരുത്തുക, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത് ഇതുവരെ ലോക്ക് ചെയ്തിട്ടില്ല എന്ന്. ഹല്ലേലൂയ. താൻ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള ഒരു മുറി അദ്ദേഹം തുറന്നിട്ടിരുന്നു, അല്ലെങ്കിൽ ജനൽ തുറന്നിട്ടിരുന്നു. 6ാമത്തെ കാര്യം, ദൈവവചനം ശ്രദ്ധിക്കേണ്ടതിന് തുറന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. വായിക്കുന്നില്ല? പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ലുദിയയുടെ ഹൃദയം തുറന്നു. ദൈവവചനം ശ്രദ്ധിക്കേണ്ടതിനും സൂക്ഷിക്കേണ്ടതിനും തുറന്ന ഒരു ഹൃദയം ഉണ്ടാകണം. മുൻവിധികളില്ലാതെ ദൈവവചനത്തെ സ്വീകരിക്കുന്ന ഒരു ഹൃദയം ലുദിയായിക്കുണ്ടായിരുന്നത് കൊണ്ട് താനും തൻ്റെ കുടുംബവും സ്നാനമേറ്റ് സന്തോഷം പ്രാപിച്ചു എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയം തുറന്നിരിക്കണം. The last one, 2 Corinthians chapter 2 verse 12. 2 കൊരിന്ത്യർ 2:12. 2 കൊരിന്ത്യർ 2:12. 7ാമത്തെ തുറന്ന വാതിലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2 കൊരിന്ത്യർ 2:12. ഓ ജീസസ് നെയിം. എന്നാൽ ഞാൻ ക്രിസ്തുവിൽ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറെ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ. ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വാതിൽ തുറന്നിട്ട് കൊടുക്കുക. ശുശ്രൂഷയ്ക്കായി തുറന്ന വാതിൽ നിങ്ങളുടെ മുമ്പിൽ. നിങ്ങളൊരു വ്യക്തിയെ, ഞാൻ തുറക്കം മുതലേ നിങ്ങളൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണെന്ന് എത്ര പേർക്ക് അറിയാം? ശമരിയക്കാരൻ്റെ നല്ല ഉപമയാണ്, ഞാൻ ഇനി പറയുന്നില്ല, ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്തു. പല പുരോഹിതരും മാറി നടന്നു, പക്ഷെ ആ ശമരിയക്കാരൻ ഹെൽപ്പ് ചെയ്തു. നല്ല ശമരിയക്കാരൻ. ഹല്ലേലൂയ. ഇന്നു മുതൽ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആകണമെങ്കിൽ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കണം. നമ്മുടെ ലൈഫിൽ പല ബ്ലെസ്സിങ്സിൻ്റെയും തടസ്സത്തിന് സാത്താൻ കരുക്കളാക്കിയിരിക്കുന്നത് നമ്മെ തന്നെയാണ്. നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും ഭാവങ്ങളും സ്വഭാവവും ആറ്റിറ്റ്യൂഡും മനോവികാര ഇച്ഛകളെയൊക്കെ സാത്താൻ റൂൾ ചെയ്യുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ സാത്താൻ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങളുടെ ലൈഫിലെ ബ്ലെസ്സിങ്സിനെ തടയാൻ ഒക്കത്തില്ല. സുവിശേഷത്തിനായി തുറന്ന ഒരു വാതിലായിരിക്കണം നമ്മുടേത്. ശുശ്രൂഷയ്ക്കായി തുറന്ന ഒരു വാതിലായിരിക്കണം നമ്മുടെ ഭവനം പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നതായിരിക്കണം. നമ്മുടെ ഭവനം അഭിഷേകം വഹിക്കുന്ന ദൈവദാസന്മാർക്ക് വരാനുള്ള ഭവനമായിരിക്കണം. സ്വാതന്ത്ര്യവും സൗകര്യവും ഉണ്ടെങ്കിൽ വരാൻ പറ്റുന്ന ഭവനങ്ങളായിരിക്കണം. നമ്മുടെ ഭവനം പരിശുദ്ധാത്മാവിന് എപ്പോൾ വേണമെങ്കിലും കയറി വരാൻ പറ്റുന്ന ഭവനമായിരിക്കണം. നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളറിയാതെ നമ്മുടെ കൈ തന്നെ തട്ടി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൈ തട്ടി ഒരു കോൾ മറ്റൊരു വ്യക്തിക്ക് പോയാൽ ചില മിനിറ്റുകൾ അവർ ആ കോൾ ആൻസർ ചെയ്തിട്ട് പിന്നീട് പ്രതികരിക്കാതെ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ, ലാസ്റ്റ് ടൈം നമ്മൾ കോൾ ഡ്യൂറേഷൻ എടുത്ത് നോക്കുമ്പോൾ 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ ആ കോൾ ഡ്യൂറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിരുന്ന് ആകെ അമ്പരന്ന് വിയർക്കാറുണ്ടോ? അയ്യോ, നമ്മൾ പറഞ്ഞത് അവർ കേട്ടിട്ടുണ്ടാവുമോ, നമ്മൾ അവരെക്കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നോ, നമ്മളവരെ വിയർക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു വികാരം അന്നേരം ഇങ്ങനെ പൊന്തി വരുന്നത്? നമ്മുടെ വീട്ടിൽ കുറ്റം പറയുന്നോണ്ടല്ലേ?
അല്ലോ നമ്മളിവിടെ വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ നമ്മളിവിടെ അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞത്, അത് പറഞ്ഞത്, ഇത് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുമോ? പേടിച്ചിട്ടുണ്ടോ? പേടിക്കാറുണ്ടോ? അയ്യോ അങ്ങനെ വരരുതേ കർത്താവേ എന്ന് ഇപ്പോൾ ഉള്ളിൽ ചിന്തിച്ചോ? എന്തുകൊണ്ടാ അത്? നമ്മുടെ വീട്ടിൽ സുവിശേഷം മാത്രമല്ല മുഴങ്ങുന്നതെന്നുള്ളതുകൊണ്ടല്ലേ. എങ്ങനെ പരിശുദ്ധാത്മാവ് വരും നമ്മുടെ വീട്ടിൽ? എങ്ങനെ വരും ദൂതന്മാര്? എങ്ങനെ വരും ദൈവം? തുറന്നിട്ട വാതിലായിരിക്കട്ടെ. സാത്താന് വേണ്ടിയിട്ടല്ല. സാത്താനുള്ള ഡോറുകൾ അടയട്ടെ, ദൈവത്തിനുള്ള വാതിലുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഫോൺ ക്ലീൻ ആയിരിക്കട്ടെ. ആരെക്കുറിച്ചും വേണ്ടാധീനം പറയാത്ത, പറഞ്ഞുകൊണ്ടുള്ളൊരു വോയിസ് നോട്ട് നമ്മളിൽ ഇല്ലാതിരിക്കട്ടെ. ആരെയും പരിഹസിച്ചുകൊണ്ട്, ഒരു പാസ്റ്റർമാരെയും ന്യായമായിട്ടോ അന്യായമായിട്ടോ വിധിച്ചുകൊണ്ടുള്ളൊരു വീഡിയോസ് നമ്മുടെ ഫോണിൽ ഇല്ലാതിരിക്കട്ടെ. ആരുടെയും നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇമേജസ്, ഒരു വീഡിയോസ് നമ്മുടെ ഫോണിൽ ഇല്ലാതിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. നമ്മുടെ ഫോൺ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയട്ടെ. നമ്മളെ തന്നെ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഫോൺ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയട്ടെ. നമ്മെ തന്നെ ഉപയോഗിക്കാൻ കഴിയട്ടെ. നമ്മിലെ എല്ലാ അവയവങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയട്ടെ. നമ്മുടെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും കർത്താവിന് ഉപയോഗിക്കാൻ കഴിയട്ടെ. എവിടെയും അനീതിയോ നീതികേടോ നമ്മിൽ ഇല്ലാതിരിക്കട്ടെ. തുറന്നിട്ടിരിക്കണം. ഹെവൻ നമ്മിൽ വിസിറ്റ് ചെയ്താൽ, സ്വർഗം നമ്മെ വിസിറ്റ് ചെയ്താൽ തുറന്നിട്ടിരിക്കണം. അവിടെ ഇവിടെ ഹൈഡ് ചെയ്യാൻ ഉണ്ടാവരുത്. അവിടെ ഇവിടെയും ഹൈഡ് ചെയ്യാൻ ഉണ്ടാകരുത്. നമ്മൾ ദൈവത്തിന് നമുക്ക് ക്ലീൻ ചിറ്റ് കിട്ടണം ദൈവസന്നിധിയിൽ നിന്ന്. അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ക്ലീൻ ചിറ്റ് കിട്ടണം. അനുഗ്രഹം താനേ നമ്മുടെ അടുത്ത് വരും. നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറും. അല്പസ്വല്പമൊക്കെ കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യും, അനുവദിക്കും. എന്നാലും നമ്മൾ ദൈവമുഖം നോക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ കരുതും. ജോലി കിട്ടാത്തതിൽ നീ വിഷമിക്കണ്ട. വിവാഹം നടക്കാത്തതിൽ നീ വിഷമിക്കണ്ട. വീട് പണി പൂർത്തിയാകാത്തതിൽ നീ വിഷമിക്കണ്ട. ശുശ്രൂഷയ്ക്കായിട്ടൊരു വാതിൽ എനിക്ക് ഇതുവരെ തുറന്നു കിട്ടിയില്ലല്ലോ, നീ വിഷമിക്കണ്ട. നീ ദൈവമുഖത്തേക്ക് നോക്കുന്ന, ഇടറാത്ത ഒരു മനസ്സ്, വിധിക്കാത്ത ഒരു ഹൃദയം, ശുദ്ധത കാത്തു സൂക്ഷിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ വാതിൽ തുറക്കാതിരിക്കത്തില്ല. നിന്റെ കണ്ണുകൾ ദൈവം ഏലീശ പ്രാർത്ഥിച്ചപ്പോൾ ഗേഹസിക്ക് തുറന്നതുപോലെ സ്പിരിറ്റിലേക്ക് നിന്റെ കണ്ണുകൾ തുറന്നു കിട്ടുകയാണെങ്കിൽ ഇടറേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. മസിൽ പിടിച്ചുള്ള ജീവിതത്തെക്കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നതും പഠിപ്പിക്കുന്നതും. മസിൽ പിടിച്ചുള്ള ജീവിതമൊന്നുമല്ല. കൂളായിരിക്കുക. നല്ല തമാശകൾ പറയുക. ആരെയും വേദനിപ്പിക്കുന്നതൊന്നും തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും എവിടെയെങ്കിലും വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ കൃപാസനത്തിനരികിലേക്ക് അടുത്ത് ചെല്ലുക. ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മുടെ ലൈഫിൽ 7 തുറക്കപ്പെടേണ്ട വാതിലുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. 7 തുറക്കപ്പെടേണ്ട വാതിലുകൾ. ഇന്ന് ദൈവമല്ല ആക്ച്വലി നമ്മുടെ വാതിൽ തുറക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ഇരുന്നത്. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ തുറക്കേണ്ട വാതിലാണ്. ഇത് നമ്മൾ തുറന്നാൽ ദൈവത്തോട് നമ്മൾ ഇനി തുറക്കാൻ പറയേണ്ട ആവശ്യമില്ല. കർത്താവ് തുറന്നത് നമ്മുടെ കണ്ണുകളിൽ കാണാൻ തുടങ്ങും. ഷൈബ്രോഹോസിയ. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചുവട് വെക്കുക. ദൈവനിയോഗപ്രകാരം ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളിലേക്ക്, ദൈവികമാകുന്ന കാര്യങ്ങളിൽ ചുവട് വെക്കുക. പ്രാർത്ഥിക്കുക. നിന്റെ സൗഖ്യം തടയപ്പെട്ടിരിക്കുന്നെങ്കിൽ അത് ക്ലെയിം ചെയ്യുക ദൈവത്തോട്. ഷാജിന്റെ പ്രവർത്തികളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത്.
പ്രാർത്ഥിച്ചേ. ഹോളി സ്പിരിറ്റ് ക്ലെയിം ചെയ്യുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക, അപ്പാ എന്നെ പുതിയൊരു ഹൃദയവും പുതിയൊരു ആത്മാവുമുള്ളൊരു വ്യക്തിയാക്കി തീർക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരിലേക്കെങ്കിലും ഉള്ള നന്മകളെ വൈകിപ്പിച്ചത് നിമിത്തം എന്നിലേക്ക് വരാനുള്ളത് വൈകി നിൽക്കുന്നെങ്കിൽ അതിപ്പോൾ റിലീസാകണമെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ചുവട് വെക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കരങ്ങളെയും ഡ്രൈ ആക്കുന്ന സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നന്മകളെ തടയുന്ന സകല ദുർശക്തികളെയും ആ എല്ലാ സൈറ്റാനിക് ഏജന്റിനെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഇനി മേൽ പിശാചേ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ലോർഡ്, നിന്നെ ഫിനാൻഷ്യലി ഒതുക്കി വെച്ചിരിക്കുന്നത്, ഫിനാൻഷ്യലി നിങ്ങളെ എസ്റ്റാബ്ലിഷ് ആകാൻ അനുവദിക്കാതെ, ബിസിനസ്സിൽ നിങ്ങൾക്കൊന്ന് കയറി വരാൻ അനുവദിക്കാതെ, ബന്ധങ്ങളെ നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞുകൊണ്ടും മനസമാധാനത്തെ എടുത്തുമാറ്റിക്കൊണ്ടും ജീവിതത്തിന്റെ സ്വസ്ഥതയുടെ മേഖലകളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ദുർശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ സഭയായി ബഹിഷ്കരിക്കും. യേശുവിന്റെ നാമത്തിൽ നിന്നെ കർത്താവ് ഉപയോഗിക്കാൻ തുടങ്ങും. നിന്നെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ മഹത്വത്തിൽ നീ ജീവിക്കാൻ തുടങ്ങും. സൂപ്പർ നാച്ചുറൽ റിലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ ഉയർത്തും. നിന്റെ പ്രാർത്ഥനകൾ സ്വർഗം തൊടട്ടെ. അതിനെയും പിശാച് തടയുന്നുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ എത്താതെ വണ്ണം സാത്താൻ, നിങ്ങളുടെ നിലവിളി ശബ്ദം സ്വർഗത്തിൽ എത്താതെ വണ്ണം സാത്താൻ തടയുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥനകളെ ബ്ലോക്ക് ചെയ്തിടുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ അതും പൊട്ടിമാറട്ടെ. Oh, Jesus' name, Jesus' name, Jesus' name, Jesus' name. പ്രാർത്ഥിച്ചേ. നിന്നെ ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് മുതിർന്നവനാക്കി തീർക്കട്ടെ. ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ ഉയർത്തിക്കൊണ്ടുവരട്ടെ. നിന്റെ കഴിവുകളെ ബന്ധിച്ചും ഒതുക്കിയും നിങ്ങളുടെ കോൺഫിഡൻസ് പോലും സാത്താനാൽ ബാധിക്കപ്പെട്ട് നിങ്ങളെ ഒരു വല്ലാത്ത കുറ്റബോധത്തിനുടമയാക്കി നിർത്തിയിരിക്കുന്ന സകല ദുഷ്ടന്റെ വാദങ്ങളും അവകാശങ്ങളും പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ അത് ഇടിഞ്ഞു മാറട്ടെ. നിന്നെ ദൈവം ചുവട് വെപ്പിക്കും. നീ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോവാണ്. നീ ഇതുവരെ എടുക്കാത്ത ചില തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ട് എടുപ്പിക്കാൻ പോവാ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആത്മീയ റിലം പരിശുദ്ധാത്മാവ് നിന്നെ കാണിക്കാൻ പോവാ. ഇതുവരെ നീ സംസാരിച്ചിട്ടില്ലാത്ത പോലെ ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ പോവാ. ഇതുവരെ നീ ചെയ്തിട്ടില്ലാത്ത പോലെ ചെയ്യാൻ പോവാ. നീ കണ്ടിട്ടില്ലാത്ത ചില രാജ്യങ്ങളിലേക്ക് ദൈവം നിന്റെ കാലുകളെ കുത്തുവാൻ ഇടയാക്കി തീർക്കും. യേശുവിന്റെ നാമത്തിൽ നീ കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികളുമായി പരിചയപ്പെടും. അതിന് വിരോധമായി എഴുതിയ രേഖകൾ ദാനിയേലിന്റെ ദൈവമേ അത് മായ്ച്ചു കളയണമേ, അത് മായ്ച്ചു കളയണമേ. ഉപയോഗിക്കുക. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളതെല്ലാം കർത്താവിന്റെ നാമമഹത്വത്തിനെ ഉപയോഗിക്കുക. പിശാചിന് കടക്കാൻ അവകാശമില്ലാതിരിക്കട്ടെ. സാത്താന് കടക്കാൻ അവകാശമില്ലാതിരിക്കട്ടെ.
നിന്റെ ആരോഗ്യം ദൈവത്തിന്, നിന്റെ ബന്ധങ്ങൾ ദൈവത്തിന്, നിന്റെ ചിന്തകൾ ദൈവത്തിന്, കഴിവുകൾ ദൈവത്തിന്, സമ്പത്ത് ദൈവത്തിന്. ഷെയർ ഇറ്റ്. റസമേഖയസി. തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. ഹൃദയ വിശാലത ഉണ്ടാകട്ടെ, മനസ്സിന് വിശാലത ഉണ്ടാകട്ടെ, ആത്മാവിന് വിശാലത ഉണ്ടാകട്ടെ. മഹത്വത്തിന്റെ തീ ഇറങ്ങിയതിനായി സ്തോത്രം കർത്താവേ. അപ്പാ, ഇന്ന് മാനസികമായി വേദനിക്കുന്ന, രോഗത്താൽ ഭാരപ്പെടുന്ന, മനസ്സിടിഞ്ഞും തകർന്നും കർത്താവെ, ആശയ്ക്ക് വിരോധമായി ജീവിതത്തിൽ ഒന്ന് മാറി പലതും വന്നു കയറി ജീവിതം കയ്പ് നിറഞ്ഞ അനുഭവത്തിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇപ്പോൾ ഒരു പൂർണ്ണ വിടുതൽ അതിന്റെ മേഖലയിൽ അവിടുന്ന് നൽകി ഇവരെ സഹായിക്കണമേ അപ്പ. സഹായിക്കണേ അപ്പ, സഹായിക്കണേ അപ്പ. മഹത്വം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ. ഹീലിംഗ് ഉണ്ടാകട്ടെ. ഇവർ മനസ്സ് നിറഞ്ഞവരായി ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരാക്കി അകവരെ മാറ്റണമേ. നിറഞ്ഞ മനസ്സോടെ ഞാൻ ഈ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ദയവായി നിങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങൾ അയച്ചിട്ടേക്കുക. ഞങ്ങളത് സമയാനുസരണം നോക്കുകയും നിങ്ങൾക്കും തിരിച്ചു മറുപടി നൽകുകയും ചെയ്യും. അത് ഞങ്ങളുടെ മിനിസ്ട്രിക്കും അതൊരു വലിയ ഒരു പ്രചോദനമായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഈ കാണുന്ന നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ അറിയിക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഈ ചാനലിൽ തന്നെ നടത്തി വരുന്നു ദൈവകൃപയാൽ. 2 നേരമുള്ള മീറ്റിംഗ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ ഈ ചാനലിൽ അവസരമുണ്ട്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. എല്ലാ ദിവസവും നടക്കുന്ന ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോടും കൂടെ പറയണമേ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവർക്ക് ഇങ്ങനൊരു എല്ലാ ദിവസവും വചനം കേൾക്കാനുള്ള അവസരം നമുക്കുണ്ട് എന്നറിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹത്തിനുള്ള ഒരു വഴിയും, നമ്മൾ പറയാത്തത് അതൊരു തടസ്സവുമാണെങ്കിൽ ആ തടസ്സത്തെ നമുക്ക് തന്നെ ദൂരീകരിക്കാം. നമുക്ക് പറയാം, അവർക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് അവരെയും ക്രിസ്തുവിൽ പണിതെടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മുടെ ഇടിവുകളെ ദൈവവും പണിത് നമ്മെ കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാക്കി മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. സോ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെല്ലാവരെയും സൂക്ഷിക്കട്ടെ. God bless you.